കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടിട്ട്. നിങ്ങളെ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മൂമ്മയും വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ രണ്ടുപേരും കുഞ്ഞു കുട്ടികളല്ലേ, അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയതല്ലേ. പക്ഷെ ഞാൻ മുതിർന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. എന്റെ കുട്ടികൾ എന്റെ മുന്നിൽ പോലും ഇങ്ങനെ തല കുനിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. സോ ഞാൻ നിങ്ങളെ രണ്ടുപേരെ രക്ഷിച്ചതുകൊണ്ട് തിരിച്ച് നിങ്ങൾ എനിക്ക് സഹായം ചെയ്തു തരണം. ആ സഹായം എന്തെന്ന് പറഞ്ഞാ നിങ്ങളെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ സമ്മതിക്കണം. ഇതാണ് നമുക്കിടയിലെ ഡീൽ. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അച്ഛൻ അതിന് സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിച്ചാ നിങ്ങളുടെ അച്ഛനെ സമ്മതിക്കും. നോക്കിക്കോ. നിങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കുവാണേൽ ഞങ്ങൾ രണ്ടുപേരും ടെസ്റ്റിൽ പാസ്സാകുമോ? പാസ്സാകുന്നോ? എന്ത് ചോദ്യം! നിങ്ങള് ക്ലാസ്സിലെ ഫസ്റ്റ് ആകുന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കും. സത്യമായിട്ടും? സത്യമായിട്ടും, പ്രോമിസ്. ഇനി മുതൽ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ സോൾവ് ചെയ്തോളാം. ഇപ്രാവശ്യത്തെ പോലെ നിങ്ങളെ എല്ലാ തവണയും ഞാൻ രക്ഷിക്കും. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അപ്പോ നിങ്ങൾക്ക് ഈ ഡീൽ ഓക്കെ ആണോ? ഞങ്ങള് സംസാരിച്ചിട്ട് പിന്നെ മറുപടി പറയാം. ആദ്യം കീർത്തിയുടെ മുടി പിന്നി കൊടുക്ക്. വാ. ഇനിയും നമ്മൾ എന്ത് സംസാരിക്കാനു? അവരടുത്തിരുന്ന് തന്നെ നമുക്ക് ട്യൂഷൻ പഠിക്കാം. നമ്മൾ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളടുത്തിരുന്ന് നമ്മൾ പഠിക്കണോ? ഇഷ്ടപ്പെടാതിരിക്കാൻ അവർ എന്ത് തെറ്റാ ചെയ്തത്? അവര് നമ്മുടെ അമ്മയുടെ സ്ഥാനത്താ വന്നിരിക്കുന്നേ. അമ്മയെ പോലെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. സ്കൂൾ കഴിഞ്ഞ് വന്നാലും നമ്മളെ നന്നായിട്ട് നോക്കുന്നു. നമ്മുടെ റൂം നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് ടിഫിനും റെഡിയാക്കി തരുന്നു. നമുക്ക് സ്വീറ്റ്സും സ്നാക്സും ഒക്കെ മേടിച്ചു തന്ന് രാത്രി നമ്മളെ ഉറക്കുന്നുണ്ടല്ലോ. അവര് വളരെ നല്ലവരാനു. എന്റെ മുന്നിൽ അവരെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കീർത്തി. അവര് മോശമാണ്. നമ്മുടെ അമ്മൂമ്മ പറഞ്ഞത് അത്ര അവര് മോശമല്ല അനു. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മുടെ പ്രോഗ്രസ് കാർഡിൽ നീ തന്നെയല്ലേ സൈൻ ചെയ്തത്? പക്ഷേ അവര് സൈൻ ചെയ്തതുപോലെ എല്ലാവരോടും കള്ളം പറഞ്ഞു. അവര് മോശമായിരുന്നെങ്കിൽ സത്യങ്ങളൊക്കെ പറഞ്ഞ് നിനക്കും എനിക്കും വഴക്ക് വാങ്ങി തരില്ലായിരുന്നോ? നമ്മളെ രണ്ടുപേരെ അച്ഛനൊന്നും പറയാതിരിക്കാൻ വേണ്ടി പാവം അവര് നമുക്ക് വേണ്ടി തെറ്റേറ്റെടുത്തു. ആ ഒരു നല്ല കാര്യമല്ലേ ചെയ്തോളൂ. വേറെ എന്താ ചെയ്തത്? അവര് നമ്മുടെ ഹോംവർക്കിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനും പറഞ്ഞു. നമ്മളല്ലേ അവരെ അവോയ്ഡ് ചെയ്യുന്നേ. അവര് പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഉണ്ണിയെ പോലെ ഒരുപാട് മാർക്സ് കിട്ടുമായിരുന്നല്ലോ. അവരുണ്ണിയുടെ അമ്മയായത് കൊണ്ടാണ് ഉണ്ണിക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്നത്. ഇല്ല അനു, ഉണ്ണിയെക്കാളും നമ്മളെയാ അവര് നന്നായിട്ട് നോക്കുന്നത്. അവര് നമ്മുടെ അമ്മയല്ല. നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. നമുക്കതിന് അമ്മ ഇല്ലല്ലോ അനു.
അമ്മ ദൈവത്തിന്റെ അടുത്ത് പോയല്ലോ, ഇനി തിരിച്ചു വരില്ലല്ലോ. ഇവരാണ് നമ്മുടെ പുതിയ അമ്മയെന്ന് അച്ഛൻ നമ്മളോട് പറഞ്ഞല്ലോ. ഈ പുതിയ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുതിയ അമ്മയുടെ അടുത്ത് നമ്മൾ നന്നായിട്ട് പെരുമാറണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെയൊന്നുമില്ല. ഞാൻ അവരുടെ അടുത്തിരുന്ന് പഠിക്കില്ല. ഞാൻ പറയുന്നേന്ന് കേക്കനു. അച്ഛനേക്കാളും പുതിയ അമ്മ എത്രയോ ബെറ്ററാ. അച്ഛന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. അതിപ്പോ പുതിയ അമ്മയാണെങ്കിൽ ദേഷ്യപ്പെടുത്തേ ഇല്ല, ചിരിച്ചോണ്ട് തന്നെ പറഞ്ഞു തരും. നമ്മൾ ഇടയ്ക്കൊന്ന് ഉഴപ്പുവാണെങ്കിൽ അച്ഛന് നമ്മളോട് ദേഷ്യം വരും. അതുകൊണ്ടാ വസുമ്മയുടെ അടുത്തിരുന്ന് പഠിക്കാന്ന് പറഞ്ഞത്. ഉണ്ണിയെ പോലെ നമുക്കും വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. നീ ഓക്കെ പറ. അനു. ഓക്കെ. താങ്ക്സ് അനു. ആ, ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എന്താ? പാവം ഉണ്ണി ഇന്നലെ തൊട്ടേ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഉണ്ണി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പുതിയ അമ്മയടുത്ത് നമുക്ക് പറയാം. എന്തിനു പറയണം? നമ്മൾ കാരണമല്ലേ ഉണ്ണി അന്ന് സ്കൂളിലേക്ക് പോവാത്തത്. നമ്മളെ ആരും കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു തുണയായിട്ടല്ലേ അവൻ നിന്നത്. അപ്പോ ഉണ്ണി നമ്മളെ സേവ് ചെയ്തതാണ്. വീട്ടില് വസുമ്മ നമ്മളെ സേവ് ചെയ്തു, പുറത്തു വെച്ച് ഉണ്ണി നമ്മളെ സേവ് ചെയ്തു. നമ്മൾ അവരോട് താങ്ക്സ് പറയേണ്ടതല്ലേ അനു? താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ട്യൂഷൻ മാത്രം പഠിപ്പിക്കട്ടെ, അത് മതി. ശരി, അപ്പൊ പോവാം. ആന്റി, ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? വസുവേട്ടത്തിയുടെ കരഞ്ഞ മുഖം കാണാന്ന് പറഞ്ഞ് എണീപ്പിച്ചു. ഉണ്ണി കരഞ്ഞതല്ലാതെ വസുവേട്ടത്തിക്ക് ഒരു വിഷമവും ഇല്ല. അഭിയേട്ടന് ചൂടോടെ കോഫി കൊണ്ടു കൊടുക്കുന്നു. ദേഷ്യം കാണിക്കേണ്ട അഭിയേട്ടനാണെങ്കിൽ കാമായിട്ട് പുറത്തു വന്ന് യോഗ ചെയ്തോണ്ടിരിക്കുന്നു. കുട്ടികൾ ഇപ്പൊ പുറത്തേക്ക് വന്നു, വീണ്ടും റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. സംതിങ് ഈസ് റോങ് എന്ന് തോന്നുന്നു ആന്റി. ഇല്ല മോളെ, എന്റെ പ്ലാൻ ഒരിക്കലും തെറ്റാറില്ല. ഞാൻ ഉണ്ടാക്കി വെച്ച ഈ സുനാമി അത്ര എളുപ്പത്തിലൊന്നും അടങ്ങത്തില്ല. കണ്ടിട്ട് നിങ്ങളുടെ സുനാമി ഇപ്പൊ തെളിനീര് പോലെ ആയല്ലോ. അതെങ്ങനെയാവുന്നേ? നിന്റെ അമ്മായി അഭിയും ഇന്നലെ എത്ര ദേഷ്യപ്പെട്ടതാ. അത് കേട്ടാ രാത്രി ആർക്കാ ഉറങ്ങാൻ തോന്നുക? നീയും ഞാനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ശിവരാത്രിയായിരുന്നു. അപ്പോ കുട്ടികൾ ഇങ്ങനെ കുനുകുനാന്ന് സംസാരിച്ചതോ? വസുവേട്ടത്തി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. കണ്ട പൂക്കൾ വിറ്റ് നടന്നവൾക്ക് അത്രയും ബുദ്ധി എവിടുന്ന് വരാന്? അങ്ങനെയൊന്നും പറയല്ലേ ആന്റി. വസുവേട്ടത്തി നല്ല ബുദ്ധിശാലിയാ, അവര് ജീനിയസാ. എന്റെ എക്സ്പീരിയൻസിന് മുന്നിൽ അവളുടെ ബുദ്ധിയൊക്കെ എങ്ങനെ വർക്കാവാനാ? അല്ല, നീ ജീനിയസ് ഒന്നും അല്ലേ? ആ, ഞാനും ഒരു ജീനിയസ് തന്നെയാ ആന്റി. പക്ഷേ വസുവേട്ടത്തെക്കാളും ഞാൻ ജൂനിയർ അല്ലേ? പക്ഷെ ഞാൻ അവളെക്കാളും സീനിയർ അല്ലേ? എന്തിനാ വെറുതെ നമ്മള് തർക്കിക്കുന്നേ? എന്താ സംഭവിക്കുന്നേന്ന് പോയി നോക്കിയാലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ ഒന്ന് സമാധാനായിട്ടിരിക്കും. സുനാമി തുടർന്നോണ്ടേയിരിക്കും. അമ്മ ഉണ്ണിയെ വഴക്കു പറഞ്ഞതല്ലാതെ അഭിയേട്ടനും വസുവേട്ടത്തിയോട് അത്രയ്ക്കും ദേഷ്യം ഇല്ലെന്നാ തോന്നുന്നേ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ യോഗ ചെയ്തോണ്ടിരിക്കില്ലല്ലോ. കുട്ടികൾ എന്തിനാ പുറത്തേക്ക് പോയി സംസാരിക്കുന്നത്? നിനക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി നോക്കാം. വാ വാ. രണ്ടുപേരും നന്നായിട്ട് ആലോചിച്ചായിരുന്നോ? എന്ത് തീരുമാനം എടുത്തേ?
നിങ്ങളുടെ ഡീൽ ഞങ്ങൾക്ക് ഓക്കെയാണ്. സത്യമായിട്ടും? സത്യമായിട്ടും ഞങ്ങള് നിങ്ങളുടെ അടുത്തിരുന്ന് ട്യൂഷൻ പഠിച്ചോളാം. കുട്ടികള് ഇവളുടെ അടുത്തിരുന്ന് പഠിക്കാൻ എന്താ പറയുന്നേ? അഭിയെല്ലാം നോക്കാന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ല ആന്റി. വസുവേട്ടത്തെ ബുദ്ധിപരമായി കുട്ടികളെ ഏട്ടത്തിയോട് അടുപ്പിക്കുക. ഗുഡ്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോലെ ചെയ്യണം. രാവിലെ നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കണം, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണം, കളിക്കാൻ പറഞ്ഞ സമയത്ത് കളിക്കണം. ഞാൻ പറയുന്നതിൽ എതിർത്ത് സംസാരിക്കാൻ പാടില്ല. ഉറങ്ങാൻ പറഞ്ഞ ഉടനെ തന്നെ ഉറങ്ങണം. കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്ന ടൈം ടേബിളിൽ തന്നെ നടക്കണം. മനസ്സിലായല്ലോ? ഓക്കെ? എന്തിനാ ഇത്ര റൂൾസ്? എങ്കിലേ നിങ്ങളെ എക്സാമിന് പാസ്സാവുള്ളൂ. നമ്മളെ ഉറപ്പായിട്ടും പാസ്സാക്കുമല്ലോ. നിങ്ങളെ പാസ്സാക്കാനുള്ള ലക്ഷ്യം ഇപ്പൊ എന്റേത് കൂടിയാ. ഈ റൂൾസ് ഒക്കെ നമ്മൾ ആ ടെസ്റ്റ് എഴുതുന്ന വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കൊന്നും ഞങ്ങൾ കേൾക്കില്ല. ഓക്കെ. നിങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നത് വരെ ഞാൻ പറയുന്നത് കേട്ടാ മതി. നിങ്ങളോട് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയണം. എന്താ? നിങ്ങളിപ്പോ ഉണ്ണിയോട് അധികം സംസാരിക്കുന്നില്ലല്ലോ. അവൻ തെറ്റ് ചെയ്തോണ്ടാ ഞാൻ അവനോട് സംസാരിക്കാത്ത. ഇതിൽ ഉണ്ണിയുടെ തെറ്റൊന്നുമില്ല. അവൻ ഞങ്ങള് കാരണമാണ് സ്കൂളിൽ പോവാത്തത്. ഞങ്ങള് സ്കൂളിലേക്ക് പോകാതെ പുറത്തങ്ങനെ നിൽക്കുവാണെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവെന്ന് പേടിച്ച് ഞങ്ങൾക്ക് അവനൊരു തുണയായിട്ട് നിന്നു. ഈ കാര്യം വേറെ ആരടുത്തും പറയാൻ പാടില്ലെന്ന് ഉണ്ണിയെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പാവം ഉണ്ണി ഇന്നലെ തൊട്ടേ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പ്ലീസ് നിങ്ങൾ ഉണ്ണിയോടൊന്ന് ക്ഷമിക്കണം. നിങ്ങൾ ഉണ്ണിയോട് പഴയതുപോലെ സ്നേഹിക്കണേ. ഉണ്ണിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ഉണ്ണിയെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ഞങ്ങളെ അതുപോലെ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും പഠിപ്പിക്കാം. ആദ്യം പോയി ഉണ്ണിയോട് സംസാരിക്കേ. ഉറപ്പായിട്ട് ഞാൻ സംസാരിക്കാം മോളെ. നിങ്ങൾ നിങ്ങളുടെ അമ്മമ്മയുടെ അടുത്ത് പോയിട്ട് എന്റെ അടുത്ത് നിങ്ങൾ പഠിക്കാൻ വരുന്നേന്ന് അമ്മമ്മയോട് പറയൂ. ഞങ്ങൾ എന്തിനു പറയണം? അമ്മമ്മയല്ലേ ഈ വീട്ടിലെ മുതിർന്ന ആള്. അമ്മമ്മയുടെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ഈ കാര്യം എന്താ ഞങ്ങളോട് നേരത്തെ പറയാതിരുന്നത്? നിങ്ങൾ എന്നോടും ഉണ്ണിയോടും പറയാതിരുന്ന പോലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞായിരുന്നോ? നമ്മൾ അങ്ങനെ പറഞ്ഞതിന് സോറി. ഞാൻ പോയി ഉണ്ണിയോട് സംസാരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ചെന്ന് അമ്മമ്മയോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് വാ. പറഞ്ഞു മനസ്സിലായോ? വാനു നമുക്ക് അമ്മമ്മയടുത്ത് പറയാം. അവിടെ നിന്നെ ഒരിടത്തും പോണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അമ്മൂമ്മ പറയേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നന്നായിട്ട് പഠിക്കണം. ഡോണ്ട് ഡിസ്റ്റർബ് us. വാനു. കുട്ടിപ്പിശാചുക്കള്. കണ്ടല്ലോ ആന്റി, നിങ്ങളുടെ സുനാമി തെളിനീരായിട്ട് മാറിയത് എങ്ങനെയാണെന്ന്. അതെങ്ങനെ ഇങ്ങനെ മാറുന്നേ? എന്റെ പ്ലാനൊക്കെ വേറെ വഴിക്കാണല്ലോ പോകുന്നേ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ അവസാനിക്കൂ. ഒരു പ്ലാനും പെർഫെക്റ്റ് ആയിരിക്കില്ല. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ എന്റെ ഓർക്കം കളഞ്ഞു. അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടികൾ വസുവേട്ടത്തിന്റെ അടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞാ അമ്മ അത് വേണ്ടെന്ന് പറയില്ല. അഭിയേട്ടൻ അത് സമ്മതിച്ചെങ്കിൽ അമ്മ അത് സമ്മതിക്കാതിരിക്കില്ലല്ലോ. പ്ലാൻ മുഴുവനും സർവനാശമായി. അങ്ങനെയല്ല മോളെ. ഒന്ന് പോ ആന്റി. ഐ ഹേറ്റ് യു.
ഐ എം സോറി ഉണ്ണി. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലായിരുന്നു അമ്മ. എന്താ സംഭവിച്ചെന്ന് പറയാനാ ഞാൻ വന്നത്. പക്ഷെ അമ്മയാ കേൾക്കാത്തത്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഐ എം വെരി സോറി. അനുവും കീർത്തിയും ടീച്ചർ വഴക്കു പറയുന്ന വിചാരിച്ച് സ്കൂളിലോട്ടൊന്നും പോയില്ല അമ്മ. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ഞാനും സ്കൂളിലേക്ക് പോയില്ലായിരുന്നു. അവർക്കൊരു തുണയായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തേ. ക്ലാസ് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല ചെയ്തേ. എനിക്ക് പഠിത്തം വളരെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ നിന്നോട് വലിയ തെറ്റാ ചെയ്ത്. എന്റെ മോനെ ഞാൻ തന്നെ സംശയിച്ച് അപമാനപ്പെടുത്തി. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പ്രോഗ്രസ് കാർഡില് പോലും അമ്മയുടെ സിഗ്നേച്ചർ അനുവായിട്ടത്. അത് ഞാൻ കണ്ടായിരുന്നു. ആരടുത്തും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞ അച്ഛനും അമ്മ ഇനി മിണ്ടാത്ത രീതിയിലാക്കുമെന്ന് എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ എന്താ? അച്ഛൻ അമ്മയോട് സംസാരിച്ചാലല്ലേ അമ്മയ്ക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അമ്മ എപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കണം. അമ്മമ്മ അപ്പൂപ്പനും അമ്മ ഈ വീട്ടിലെ സന്തോഷത്തിരിക്കുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അച്ഛൻ കൂടെ ഉണ്ടെങ്കിലേ അമ്മ സന്തോഷത്തിരിക്കുള്ളൂ. അതുകൊണ്ടാ ഞാൻ അമ്മയോട് ഒന്നും പറയാതിരുന്നത്. എന്താ ഉണ്ണി നിനക്ക് എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടം? കാരണം അമ്മയോട് എനിക്ക് സ്നേഹമുള്ളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ എന്നോട് ദേഷ്യം തോന്നാത്തെ? ഇല്ല അമ്മ, അമ്മയോട് ആര് ദേഷ്യപ്പെട്ടാലും ശരി, ഞാൻ ഒരിക്കലും അമ്മയോട് ദേഷ്യപ്പെടില്ല. അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് പ്രധാനം. ശരി മോനെ, ഇനി മുതൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഓക്കെ അല്ലേ? അമ്മ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി ആയതുപോലെയാണമ്മ. ഞാൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നിന്റെ അനിയത്തിമാർ അനുവും കീർത്തിയും നിന്നെ പോലെ നന്നായിട്ട് പഠിക്കണം. അവർക്ക് നല്ല മാർക്സ് കിട്ടണം ഉണ്ണി. ടീച്ചേഴ്സിന്റെ അടുത്തും പ്രിൻസിപ്പലിന്റെ അടുത്തും കുട്ടികൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാകണം. അതിനുവേണ്ടി അനുവിനെയും കീർത്തിയെ നന്നായി പഠിപ്പിച്ചെടുക്കണം. എന്തായാലും പഠിപ്പിക്കാം അമ്മ. പക്ഷേ നമ്മൾ പറയുന്നവര് കേക്കില്ലല്ലോ. ഇനി അവര് കേൾക്കും. നീയും ഞാനും എന്ത് പറഞ്ഞാലും ഇന്ന് തൊട്ട് അനുവും കീർത്തിയും കേൾക്കും. ആണോ? അതെങ്ങനെ? ഇപ്പോഴായിട്ട് ഞാൻ അവരോട് ഒരു ഡീല് സംസാരിച്ചിട്ടാ വന്നേ. ആ ഡീലിന് അവർ ഓക്കെ പറഞ്ഞിരിക്കുക. നമുക്കിടയിലും ഒരു ഡീല് വെച്ചാലോ ഉണ്ണി? അനുവിനെയും കീർത്തിയും എക്സാമിന് പാസ്സാക്കി വിടണം. ഓക്കെ അമ്മ. അനുവിനും കീർത്തിയെ നല്ലതുപോലെ പഠിപ്പിച്ച് പ്രിൻസിപ്പൽ മാഡം ഇടുന്ന ടെസ്റ്റിൽ നല്ല മാർക്ക് മേടിച്ചു കൊടുക്കാം. അതേപോലെ അമ്മമ്മയുടെ അച്ഛന്റെ ഒക്കെ മുമ്പില് ഞാനും നല്ല മാർക്ക് മേടിച്ച് പാസ്സായിക്കോളാം. ഓക്കെ, ഡൺ. ഡൺ. എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? പഠിക്കേണ്ട സമയത്ത് എന്താ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? അമ്മൂമ്മയോട് ഒരു കാര്യം പറയണം. എന്നോട് എന്ത് പറയാനാ? പഠിക്കേണ്ട സമയത്ത് എന്ത് കിന്നാരം പറയാനാ? അയ്യോ, നമ്മള് പറയാൻ പോകുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എന്താടി, എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തു. അയ്യോ, വലിയ അമ്മൂമ്മമാരായി പോയല്ലോ. എന്ത് തീരുമാനമാണാവോ എടുത്തത്? ഞങ്ങള് രണ്ടുപേരും അച്ഛന്റെ അടുത്തിരുന്ന് പഠിക്കില്ല. അതെന്താ? അച്ഛൻ ഞങ്ങൾക്ക് മുടി പിന്നിയപ്പോ ഒരുപാട് വേദനിച്ചു. പഠിക്കുന്നതിനും മുടി പിന്നുന്നതിനും തമ്മിൽ എന്ത് ബന്ധമാ? അച്ഛൻ എപ്പോഴും ഓഫീസ് ജോലിയായിട്ട് തിരക്കായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുമെന്ന് പറഞ്ഞതല്ലേ?
അങ്ങനെയാണെങ്കിലും അച്ഛന്റെ ജോലിയെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ ആരുടെ അടുത്തിരുന്ന് പഠിക്കും? അഖിൽ ചെറിയച്ഛന്റെ അടുത്തോ കാർത്തിക ചെറിയമ്മയുടെ അടുത്തോ പറയട്ടെ? വേണ്ട. അപ്പോ ഭാസ്കർ വല്യച്ഛന്റെ അടുത്തോ ഭാവന വല്യമ്മയുടെ അടുത്തോ ഇരുന്ന് പഠിച്ചാലോ? നിങ്ങളുടെ അപ്പൂപ്പനാണെങ്കിൽ വീട്ടിലേ ഇല്ല. നിങ്ങളെ രണ്ടുപേരെയും പഠിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾ അമ്മൂമ്മയുടെ തന്നെ ചോദിച്ചോ? എങ്കിൽ പിന്നെ നല്ലൊരു ട്യൂഷൻ ഏർപ്പാട് ചെയ്യട്ടെ. അതൊന്നും വേണ്ട. ഞങ്ങൾ ആരടുത്തിരുന്ന് പഠിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആരുടെ അടുത്താ നിങ്ങൾ പഠിക്കാൻ പോകുന്നേ? പുതിയ അമ്മയുടെ അടുത്തിരുന്ന് പഠിക്കാം. അല്ല, ഉണ്ണിയുടെ അമ്മയുടെ അടുത്ത് ചെന്ന്. എന്തിന്? അവള് കാരണമല്ലേ നിങ്ങളുടെ പഠിപ്പ് ഇത്രയും മോശമായി പോയത്. ഇപ്പോ വസു അമ്മയുടെ അടുത്തിരുന്ന് പഠിക്കാന്നാ ഞങ്ങള് പറഞ്ഞത്. അതൊന്നും വേണ്ട. ഞാനൊരു നല്ല ട്യൂഷൻ ടീച്ചറെ ഏർപ്പാടാക്കാം. എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? പഠിക്കാൻ പോകുന്നത് അമ്മുമ്മയെ ഞങ്ങളോ? എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? നിങ്ങളുടെ ഇഷ്ടം നോക്കിയാ മതിയോ? അതെ, ഞങ്ങളെ ഇഷ്ടവാ. നിങ്ങൾ കുട്ടികളല്ല, കുട്ടി പിശാചുക്കളാ. എപ്പ എന്താ പറയാന്ന് ആർക്കും അറിയില്ല. ഉണ്ണിയുടെ അമ്മ ഞങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുമെന്ന് പറയാനാ ഞങ്ങൾ വന്നത്. അമ്മുമ്മയടുത്ത് നേരത്തെ പറയണോന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ശരി, എന്താന്ന് വെച്ചാ ചെയ്തോ. പക്ഷെ വരുന്ന ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായില്ലെങ്കിൽ അപ്പം ഞാൻ ബാക്കി പറയാം. അനു, കീർത്തി, കുട്ടികൾ കഴിച്ചോ? ഞാനിപ്പോ അവർക്ക് മുടി പിന്നി കെട്ടി, എന്നിട്ട് അവര് കഴിക്കാൻ പോയിരിക്കുക. അവർക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കും. ബാക്കി പഠിപ്പിക്കാനുണ്ട്. ആദ്യം ഏട്ടനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരൂ. അതല്ല, കുട്ടികള് ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്. അവർക്ക് ഞാൻ ട്യൂഷൻ എടുത്തോളാം. താൻ പറഞ്ഞ അവര് കേക്കില്ല. ഇനി കേൾക്കുമല്ലോ. എങ്ങനെ കേൾക്കുമെന്ന്? ഞങ്ങൾക്കിടയിൽ ഒരു ഡീല് വെച്ചിട്ടുണ്ട്. ഡീലോ? അത് പറയേണ്ട രീതിക്ക് പറഞ്ഞ കുട്ടികൾ കേൾക്കാതിരിക്കോ? അവര് ഇപ്പോഴും ശരിക്കും തന്നോട് അങ്ങോട്ട് അടുത്തിട്ടില്ല എന്നും പറഞ്ഞ് അവരെ വിട്ടിട്ട് അകന്നു നിൽക്കാനാണോ പറയുന്നേ? കുട്ടികൾ എന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോവുമല്ലോ. ഇപ്പോ അത് വേണ്ട. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഏട്ടാ? അല്ല, കുട്ടികൾ എന്റെ അടുത്തേക്ക് ട്യൂഷന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ അങ്ങനെ പറഞ്ഞു? സത്യമായിട്ടും പറഞ്ഞു.